ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം സഭാപ്രസംഗി 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി സഭാപ്രസംഗി 5-ാം അധ്യായം 12-ാം വാക്യം. വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവൻ്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവന് ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. പഴയ നിയമ പുസ്തകത്തിലെ ജ്ഞാനസാഹിത്യങ്ങളിൽ ഒന്നാണ് ഈ പുസ്തകം. ശലോമോൻ എഴുതി എന്ന് കരുതപ്പെടുന്ന ഒരു പുസ്തകമാണ് ഇത്. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനം വ്യർത്ഥമാണ്, എന്നാൽ ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ് തൃപ്തി നൽകുന്നത് എന്നാണ് ഇന്നത്തെ വായനാഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യർ കഠിനമായി അധ്വാനിക്കുകയും സമ്പത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു. കൂടെ ഏതൊരുവനും ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തെ മറന്നാൽ ഇതെല്ലാം മായയും വ്യർത്ഥവുമാകുന്നു എന്ന് ശലോമോൻ പറയുന്നു. എന്നാൽ വിശ്വാസികളായ നാം എപ്രകാരം ജീവിക്കണമെന്ന് ശലോമോൻ അഭിപ്രായപ്പെടുന്നു. ഒന്നാമതായിട്ട്, ഏകാന്തതയല്ല, ദൈവിക കൂട്ടായ്മയാണ് ആവശ്യം. ദൈവം മനുഷ്യനെ ഒറ്റയ്ക്ക് ജീവിക്കുവാനായിട്ടല്ല സൃഷ്ടിച്ചത്. ഏകാന്തത മനസ്സിനെ ക്ഷീണിപ്പിച്ചേക്കാം, വിശ്വാസത്തെ ദുർബലമാക്കിയേക്കാം, പരീക്ഷകളിൽ വീണുപോയേക്കാം. എന്നാൽ കൂട്ടായ്മ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. എന്താണ് ദൈവിക കൂട്ടായ്മയുടെ അനുഗ്രഹങ്ങൾ? ആത്മീയമായി തളരുമ്പോൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർ നമ്മെ പിന്തുണയ്ക്കുന്നു. നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും നാം ഒറ്റയ്ക്ക് ചുമക്കേണ്ടതായിട്ട് വരുന്നില്ല. ഐക്യത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഉണ്ടാകും. നല്ല സുഹൃത്തുക്കൾ ദൈവത്തിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയും വിശ്വാസത്തിൽ വളർത്തുകയും ചെയ്യും. അതിനാൽ ആത്മീയ സുഹൃത്തുക്കളെ നാം തിരഞ്ഞെടുക്കുക. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുക. സഭയിലെ കൂട്ടായ്മകൾക്ക് അതിൻ്റെതായ പ്രാധാന്യം നൽകുക. ഓർക്കുക, ഒരു വിശ്വാസിയുടെ ജീവിതം ഒറ്റയ്ക്കല്ല, പിന്നെയോ ദൈവത്തോടും ദൈവജനത്തോടും കൂടെയുള്ള യാത്രയാണ്. രണ്ടാമതായിട്ട്, സമ്പത്തല്ല, തൃപ്തിയാണ് ആവശ്യം. ധനവും മാനവും ദീർഘായുസ്സും ഒക്കെ ഉണ്ടെങ്കിലും ചിലർക്ക് അത് ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നില്ല. ശലോമോൻ പറയുന്നത് അത് വളരെ ഖേദകരമാകുന്നു എന്നാണ്. ദൈവമില്ലാത്ത സമൃദ്ധിയും ശൂന്യതയാണ്. കാരണം ഉള്ളിലെ സമാധാനമാണ് സമ്പത്തിനേക്കാൾ വലുതായിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ മനുഷ്യർ സമ്പാദിക്കുവാനും കൂടെ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. എന്നാൽ യഥാർത്ഥമായ തൃപ്തി സമ്പത്തിൽ നിന്നല്ല വരുന്നത്, ദൈവം നൽകുന്ന മനസ്സിൽ നിന്നാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ തൃപ്തനായിരിക്കാൻ ശീലിച്ചിരിക്കുന്നു അഥവാ പഠിച്ചിരിക്കുന്നു എന്നാണ്. കാരണം പൗലോസ് തൻ്റെ സമൃദ്ധിയിലും കുറവിലും ദൈവത്തിൽ ആശ്രയിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് തൃപ്തിയിൽ എവിടെ എത്തി നിൽക്കുന്നു? ലഭിച്ചതിന് നന്ദി പറയുക. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. എത്രയുണ്ട് എന്നതിലല്ല, ദൈവം തന്നിട്ടുള്ളതിൽ ഞാൻ തൃപ്തനാണോ എന്ന് ചിന്തിക്കുക. അങ്ങനെ പൂർണ്ണ തൃപ്തിയോടെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയം കളയാതിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിപ്പാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളവയിൽ തൃപ്തരായിരിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.